നിങ്ങളൊരു ഇലക്ട്രിക് വെഹിക്കിളാണോ അതോ ഒരു നോർമൽ IC വെഹിക്കിളാണോ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഇവ രണ്ടും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാനിനി പറയാം. അതിനുശേഷം നിങ്ങളൊരു തീരുമാനമെടുക്കും. ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ കോസ്റ്റാണ്. കാരണം അതിൻ്റെ ബാറ്ററി വളരെ കോസ്റ്റാണ്. ഒരു നോർമൽ IC വെഹിക്കിളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു 30-40% കോസ്റ്റ് കൂടുതലാണ് ഇലക്ട്രിക് വെഹിക്കിൾ. ഇനി അടുത്ത് വരുന്നതാണ് അതിൻ്റെ ഒരു മെയിൻ്റനൻസ്. ഇലക്ട്രിക് വെഹിക്കിളിനെ സംബന്ധിച്ച് മെയിൻ്റനൻസ് വളരെ കുറവാണ്. കാരണം അതിനകത്ത് മൂവിങ് പാർട്സ് ഇല്ല, എഞ്ചിനില്ല, ഒരു മോട്ടറും കുറേ അനുബന്ധ ഉപകരണങ്ങളും മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു പെട്രോൾ കാറിനെ സംബന്ധിച്ച് എഞ്ചിനുണ്ട്, അതുപോലെ തന്നെ അതുമായിട്ട് അനുബന്ധമായി വർക്ക് ചെയ്യുന്ന കുറച്ച് മെക്കാനിക്കൽ പാർട്സുകളുണ്ട്. ഇവയ്ക്കൊക്കെ ലൂബ്രിക്കേഷനും അതുപോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പീരിയോഡിക് സർവീസും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ IC വെഹിക്കിളിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഡീസൽ ഫിൽറ്റർ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ, ഓയിൽ ചേഞ്ച് തുടങ്ങിയവയൊക്കെ പീരിയോഡിക് ആയിട്ട് അതിനെ ചെയ്യേണ്ട സമയത്ത് തന്നെ നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പീരിയോഡിക് മെയിൻ്റനൻസ് EV വെച്ച് നോക്കുമ്പോഴത്തേക്കും IC വെഹിക്കിളിന് വളരെ കൂടുതലാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസിയാണ്. നമ്മുടെ IC വെഹിക്കിളിൻ്റെ ഫ്യൂവലിൻ്റെ കോസ്റ്റും ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഫ്യൂവൽ കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ IC വെഹിക്കിളിൻ്റെ ഫ്യൂവൽ കോസ്റ്റാണ് കൂടുതൽ. കാരണം ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് ഇലക്ട്രിസിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് കുറവാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു IC വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്യൂവൽ സ്റ്റേഷനിൽ പോയി ഫില്ല് ചെയ്യണം. EV വെഹിക്കിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ചാർജിങ് സ്റ്റേഷനിൽ പോയി ഫില്ല് ചെയ്യാം. ഇനി വേണ്ടി വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വീട്ടിലൊരു സോളാർ പ്ലാന്റ്, കാരണം സോളാർ പ്ലാന്റ് നമുക്കെല്ലാം ഒരു ട്രെൻഡായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലരുടെയും വീട്ടിൽ ഇപ്പോൾ സോളാർ പ്ലാന്റുകളുണ്ട്. ഒരു സോളാർ പ്ലാന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വളരെ കോസ്റ്റ് സീറോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററിയുടെ റീപ്ലേസ്മെൻ്റ് ആണ്. ഒരു ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററിയുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത് ഒരു 7 to 8 years ആണ്. ആ 7 to 8 years കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ബാറ്ററി മാറ്റേണ്ടതായിട്ട് വരുന്നുണ്ട്. അതേസമയം EVയെ സംബന്ധിച്ച് അങ്ങനെ ഒരു റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നില്ല. ഈ 8 years ആകുമ്പോഴത്തേക്കും EVയുടെ ബാറ്ററി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു ചെറിയ IC വെഹിക്കിൾ വാങ്ങിക്കുന്ന ഒരു കോസ്റ്റ് തന്നെ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരും. അപ്പോൾ ഒരു 7 to 8 years കഴിയുമ്പോഴത്തേക്കും EV വെഹിക്കിളിന് റീസെയിൽ വാല്യൂ വളരെ കുറവായിരിക്കും. IC വെഹിക്കിളിന് പിന്നെ ഒരു 50 to 60% വരെ അതിൻ്റെ റീസെയിൽ വാല്യൂ നിങ്ങൾക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു കാര്യമാണ്, നിങ്ങൾ ലോങ് ട്രിപ്പ് യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് നിങ്ങൾക്ക് ഒരു 500 to 600 kilometers എബോവ് യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിൽ 3-4 തവണ നിങ്ങൾ ചാർജ് ചെയ്യേണ്ടി വരും. അതേസമയം ഒരു IC വെഹിക്കിൾ ആണെങ്കിൽ ചിലപ്പോൾ 1 തവണയുള്ള 2 തവണ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തെത്താൻ പറ്റും. അപ്പോൾ 3-4 തവണ IC വെഹിക്കിൾ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ മിനിമം 30 to 40 minutes നിങ്ങൾ ചാർജിങ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം. അതേസമയം IC വെഹിക്കിളിൻ്റെ ഫില്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ അത് ചെയ്യാൻ പറ്റും. ഇനി പല EV വെഹിക്കിളിൽ ഒരു ബാറ്ററിക്ക് ഒരു പ്രത്യേക ടെക്നോളജി ഉണ്ട്. 3 to 4 times ഫാസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം ഒരു ഫുൾ ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് പലപ്പോഴും ചാർജിങ് സ്റ്റേഷനിലെ ചാർജിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫാസ്റ്റ് ചാർജ് ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ ഒരു 500 to 600 kilometers എബോവ് ആണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചാർജിങ് സ്റ്റേഷനിൽ 4 or 5 times നിങ്ങൾ ഫാസ്റ്റ് ചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾ പിന്നെ ഒരു ഫുൾ ചാർജിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഫെസിലിറ്റി പലപ്പോഴും നിങ്ങൾക്ക് കിട്ടത്തില്ല. അത് നിങ്ങൾക്ക് ദീർഘദൂര യാത്രകളിൽ ബുദ്ധിമുട്ടാകും. അതേസമയം IC വെഹിക്കിൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വരത്തില്ല. വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ പരിസ്ഥിതിയെയും അന്തരീക്ഷ മലിനീകരണത്തെയും സാരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. നിങ്ങൾ ഇക്കോ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആയ EV ആയിരിക്കും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. കാരണം ദർ ഈസ് നോ എമിഷൻ ഇൻ EV, അതുകൊണ്ട് തന്നെ ദർ ഈസ് നോ പൊല്യൂഷൻ. ഇലക്ട്രിക് വെഹിക്കിളുടെ ടോർക്ക് വളരെ കൂടുതലാണ്. 0 to 100 വളരെ പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ടോപ്പ് സ്പീഡിലേക്ക് വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് എത്താൻ പറ്റും. പക്ഷേ ടോപ്പ് സ്പീഡിൽ എത്തിക്കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം ആക്സലറേറ്ററിൽ നിന്ന് കാലെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഡീസലറേഷൻ സംഭവിക്കുകയും വണ്ടി സ്ലോ ആവുകയും ചെയ്യും. അതേസമയം പെട്രോൾ വാഹനങ്ങളിൽ അത് 0 to 100 എടുക്കാൻ വേണ്ടി അല്പസമയം എടുക്കും. കാരണം പല ഗിയർ ഷിഫ്റ്റുകളിലൂടെയാണ് അതിൻ്റെ സ്പീഡ് അച്ചീവ് ചെയ്യുന്നത്. പക്ഷേ ടോപ്പ് സ്പീഡ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ടോപ്പ് സ്പീഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു വ്യത്യാസമാണ് നമുക്ക് EV വെഹിക്കിളും പെട്രോൾ വെഹിക്കിളും ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഏറ്റവും വലിയ അട്രാക്ഷനാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. EV നമുക്ക് തരുന്നൊരു ഫീച്ചറാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. എന്താണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്? നിങ്ങൾ വാഹനം ഓടിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ അപ്പോൾ തന്നെ വാഹനം സ്ലോ ആകുന്നു. അപ്പോൾ ഈ റീജനറേറ്റീവ് ബ്രേക്കിൻ്റെ 2 അഡ്വാൻറ്റേജ് ഉള്ളത്. ഒന്ന് ബ്രേക്ക് പാഡ്, അതുപോലെ ബ്രേക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ എക്യുപ്മെൻറ്റ്സിൻ്റെ എല്ലാം ലൈഫ് ടൈം കൂടും. കാരണം അതിൻ്റെയൊക്കെ തേയ്മാനം വളരെ കുറവായിരിക്കും. രണ്ടാമത് റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെ പവർ ഉൽപ്പാദിപ്പിക്കുകയും വാഹനത്തിൻ്റെ മൈലേജ് കൂടുതൽ ലഭിക്കുകയും ചെയ്യും. പെട്രോൾ വാഹനത്തിന് ഇങ്ങനെയൊരു ഫീച്ചർ ഇല്ല. ഇനി അടുത്ത ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ദീർഘദൂര യാത്രകൾ ചെയ്യുകയാണെങ്കിൽ ഇൻ ആൻഡ് അറൗണ്ട് നമുക്ക് ഈ ഫ്യൂവൽ സ്റ്റേഷൻസ് വളരെ ഈസിലി ആയിട്ട് നമുക്ക് വളരെ ക്വിക്ക്ലി ആയിട്ട് ആക്സസിബിൾ ആണ്. അതേസമയം EV വെഹിക്കിൾക്ക്
നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ എവിടെയൊക്കെ ഉണ്ട് എന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. ഇല്ലെങ്കിൽ നമ്മുടെ യാത്ര ഇടയ്ക്ക് വെച്ച് ദുരിതത്തിലാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി അടുത്തതായി കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നോയിസ് ലെവൽ. IC വാഹനങ്ങളുടെ ഒരു എഞ്ചിനും അതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായി കുറേ ഡിവൈസസ് അല്ലെങ്കിൽ കുറച്ച് പാർട്സുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നോയിസ് ലെവൽ കൂടുതലായും. അതേസമയം EV വെഹിക്കിളിൽ എഞ്ചിനില്ല, ഒരു മോട്ടോർ മാത്രമേ വർക്ക് ചെയ്യുന്നുണ്ട്, മൂവിങ് പാർട്സുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നോയിസ് ലെവൽ വളരെ കുറവായിരിക്കും. ആകെ നമുക്ക് കേൾക്കുന്ന ഒരു ഹമ്മിങ് സൗണ്ട് മാത്രമായിരിക്കും. സമീപ ഭാവിയിൽ IC വെഹിക്കിളിൻ്റെ ഉപയോഗങ്ങൾ കുറച്ച് EV വെഹിക്കിളിൻ്റെ ഉപയോഗം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ചില പ്രോജക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രോജക്റ്റാണ് FAME എന്ന് പറഞ്ഞ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പർട്ടിക്കുലർ ഓവർ പീരീഡ് ഓഫ് ടൈമിൽ നമ്മുടെ IC വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്തിട്ട് EV വെഹിക്കിളിൻ്റെ മാനുഫാക്ചറിങ്ങും അതിൻ്റെ ഉപയോഗവും വർദ്ധിപ്പിക്കുകയും അതിൻ്റെ പ്രചാരം വർദ്ധിപ്പിക്കുകയും ചെയ്യാം. ഇതാണ് ഈ പ്രോജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2019 FAME പ്രോജക്റ്റിൻ്റെ ഫേസ് 2 എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അത് ചാർജിങ് സ്റ്റേഷൻ അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ അത് വർദ്ധിപ്പിക്കുക, അതിനുവേണ്ട സബ്സിഡിയും ഫിനാൻഷ്യൽ സപ്പോർട്ടും കൊടുക്കുക എന്ന് അത് ഉദ്ദേശിച്ചിട്ടാണ്. പിന്നീട് വന്ന ഒരു പ്രോജക്റ്റാണ് PLI സ്കീം, പ്രൊഡക്റ്റ് ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് എന്ന് പറഞ്ഞ ഒരു സ്കീം കൊണ്ടുവന്നു. അത് EV മാനുഫാക്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവരെ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് ഏതാണ്ട് 5 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന തരത്തിലുള്ള ഒരു ഇൻസെൻറ്റീവ് സ്കീം അവർ കൊണ്ടുവന്നു. പിന്നീട് കൊണ്ടുവന്ന ഒരു പോളിസിയാണ് ബാറ്ററി സ്വാപ്പിംഗ് പോളിസി. ഈ പോളിസിയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എക്സോസ്റ്റർ ആയിട്ടുള്ള ബാറ്ററി അത് ഏതെങ്കിലും ചില പർട്ടിക്കുലർ പോയിന്റുകളിൽ, ഫ്യൂവൽ സ്റ്റേഷൻസ് പോലുള്ള ചില പോയിന്റുകളിൽ നിങ്ങൾക്ക് ആ ബാറ്ററി അവിടെ വെച്ചിട്ട് അവിടുന്ന് ഫുള്ളി ചാർജബിൾ ആയിട്ടുള്ള വേറൊരു ബാറ്ററി എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് യാത്ര തുടരാം. അതിൻ്റെ ബാറ്ററി സ്വാപ്പിംഗ് പോളിസി കൊണ്ടുവന്നു. പിന്നീട് മറ്റൊരു പോളിസി എന്ന് പറയുന്നത് കസ്റ്റം ഡ്യൂട്ടിയിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് ലിത്തിയം അയൺ ബാറ്ററി കസ്റ്റംസ് ഡ്യൂട്ടിയിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ലിത്തിയം അയൺ ബാറ്ററി ലോക്കലി മാനുഫാക്ചർ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗവൺമെൻറ് പോളിസീസ് EVയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്നത് കൂടെ നോക്കാം. ഏതാണ്ട് 2040 ആകുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ ഒരു സർവേ പ്രകാരം ഏതാണ്ട് 2040 ആകുമ്പോഴത്തേക്കും അന്ന് വാങ്ങിക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഏതാണ്ട് 60 മുതൽ 70% വരെ EV വെഹിക്കിൾ ആയിരിക്കുമെന്നിട്ടാണ്. അങ്ങനെ ഒരു അസംഷനാണ് ഇപ്പോഴത്തെ സർവേ വെളിവാക്കുന്നത്. പക്ഷേ ഇതിലേക്ക് എത്തണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാലാകാലങ്ങളായി ഗവൺമെൻറ് എടുക്കുന്ന ചില നയങ്ങൾ, സമീപനങ്ങൾ, അതുപോലെ ബാറ്ററി ടെക്നോളജിയിൽ വരുന്ന ചില ഇമ്പ്രൂവ്മെൻറ്റ്സുകൾ, പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യമാണ് ഇൻ്റർനാഷണൽ ഓയിൽ പ്രൈസിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ്. ഇപ്പോൾ ഓയിൽ പ്രൈസ് കുറവായിരുന്നെങ്കിൽ, അതായത് പെട്രോളൊക്കെ നമുക്കൊരു 50 രൂപയ്ക്കും ഡീസൽ 40 രൂപയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആരും EVയുടെ പുറകെ പോകത്തില്ല. കാരണം ഈ ഓയിൽ പ്രൈസാണ് EVയുടെ പോപ്പുലാരിറ്റിക്ക് കാരണമായ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ ഇൻ്റർനാഷണൽ പ്രൈസ് ഫ്ലക്ച്വേഷൻ, ഓയിൽ വരുന്ന ആ പ്രൈസ് ഫ്ലക്ച്വേഷൻ ഭാവിയിൽ ഇതിൻ്റെ ഡിസിഷനെ ബാധിക്കുന്ന ഒരു ഘടകമാണ്. അതുപോലെ തന്നെ ഹൈഡ്രജൻ വേറൊരു സോഴ്സ് ഓഫ് ഫ്യൂവലായിട്ട് ഇപ്പോൾ ഡിറൈവ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത് എവിടെ വരെ എത്തുമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു കൺക്ലൂഷൻ അനുസരിച്ച് EVക്ക് വലിയൊരു സ്കോപ്പ് ഉണ്ട്. EVയുടെ മാർക്കറ്റ് വളരെ ഇതായിട്ട് വളർന്നു വരികയാണ്.